കൊച്ചി അൽ ഡ്രീം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ കാരണം ഷിഗല്ലയാണ് എന്ന് സ്ഥിരീകരണം. ഭക്ഷ്യവിഷബാധയേറ്റ 3 പേരുടെ സാമ്പിളുകളിൽ ഷിഗല്ല ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തി. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, അപ്പോൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ഷിഗല്ലയാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ? ജിൽസി, മറ്റ് നടപടികളൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരോഗ്യ വിഭാഗത്തിൽ നിന്നും അതേപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയിൽ നിന്നുമൊക്കെ ക്രമമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റെസ്റ്റോറന്റിനെതിരെ, അൽ ഡ്രീം ഹോട്ടലിനെതിരെ നോർത്ത് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഭക്ഷണം കഴിച്ചവർക്കാണ് ആദ്യം ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കം, ഛർദി, പനി മുതലായ ലക്ഷണങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ചികിത്സ തേടിയത് 50ഓളം പേരായിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 50ഓളം പേരാണ് ഇത്തരത്തിൽ ചികിത്സ നേടിയത്. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ അനുസരിച്ച് 27 പേരാണ് ഈ ഷിഗല്ല രോഗലക്ഷണങ്ങളോടുകൂടി വിവിധ ആശുപത്രികളിലായി, കൊച്ചിയിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 3 പേരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചതിലാണ് ഈ ഷിഗല്ലയുടെ സാന്നിധ്യം കണ്ടെത്താനായത്. അതായത് ഈ വൈറസിന് അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താനായത് 3 പേരുടെ സാമ്പിളുകളിൽ നിന്നാണ്. ബാക്കിയുള്ളവരുടെ സാമ്പിളുകൾ കൂടി പരിശോധിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പുള്ളത്. 27 പേരുടെയും സാമ്പിളുകൾ പരിശോധിക്കും. അതിൽ എവിടെയെങ്കിലും ഷിഗല്ല സാന്നിധ്യം ഉണ്ടോ എന്ന് ഉറപ്പാക്കാനുള്ള ഒരു പരിശോധനകളെല്ലാം തന്നെ തുടരാനാണ് ആരോഗ്യ വകുപ്പിന്റെ നീക്കം ഉള്ളത്. ഈ മയോണൈസിൽ നിന്ന്, അതായത് ഇവർ മന്തിയാണ് പ്രധാനമായും കഴിച്ച ഭക്ഷണം, അതിൽ തന്നെ മയോണൈസിൽ നിന്നാണ് ഇത് വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ചിക്കൻ മാത്രം കഴിച്ചവരിലും ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും കാണുന്നതായാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മയോണൈസ് മാത്രമാണോ കാരണം എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും ഈ 27 പേരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് അതിന്റെ ഫലം കൂടി വന്നാലാണ് ഈ ഷിഗല്ലയുടെ സാന്നിധ്യം പൂർണ്ണമായും ഉണ്ടായിരുന്നോ എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശരി, ഷീന മാർട്ടിനാണ് വിവരങ്ങൾ.